അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇലക്ഷൻ കഴിഞ്ഞു. അന്ന് ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക്. അന്നല്പം നേരത്തെ വിട്ടു കുട്ടികളെല്ലാം. എല്ലാവരും പോയിക്കോട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. എന്നാൽ ഈ സമയം ഹാദിയ ക്യാഷ് വിതരണം ചെയ്ത കാര്യം അവിടെ ഏതോ ഒരു ഉസ്താദിന് അറിവ് കിട്ടി. ഉസ്താദേ കണ്ടോ, ഇങ്ങനെയാണ് വോട്ട് ചോദിക്കുമ്പോൾ. ഒരു കുട്ടി ഉസ്താദിന് അത് കാണിച്ചു കൊടുത്തു. എന്ത് പറഞ്ഞത് മനസ്സിലായില്ല. അതെ, സ്ഥാനാർത്ഥിമാരായാലും ഇങ്ങനെ വേണം. ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിക്ക് ഉറപ്പ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി അല്പം ക്യാഷ്ലെയ സ്ഥാനാർത്ഥിയാണ് ഉസ്താദേ. ശരിക്കും ആ ഒരു വാക്ക് കേട്ട് മുംതാസ് ഇവിടെ വന്നേ. എന്ത് നീ പറഞ്ഞത്? എന്ത് പറഞ്ഞു? ക്യാഷ്? ഷെഫീഖ് ഉസ്താദ് വിളിച്ചപ്പോൾ പോകാതിരിക്കാനും വയ്യ. ഈ പെണ്ണ് എന്തിനാപ്പം അങ്ങനെ കാണിച്ചു കൊടുത്തത്? അതെ, ഞങ്ങളെ സ്ഥാനാർത്ഥി എന്താണ് ഉസ്താദേ? ഇങ്ങനെ ആയിരിക്കണം സ്ഥാനാർത്ഥിമാർ. ഇതെവിടുന്നാ ധാരുന്നത്? ഷെഫീഖ് ഉസ്താദ് ചോദിക്കുന്നു. ഇത് ഹാദിയ തന്നതാണ് ഞങ്ങൾക്ക്. ഹാദിയ വോട്ട് രേഖപ്പെടുത്തുന്നവർക്കൊക്കെ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അതെ, ഇന്നലെ മിഞ്ഞാന്നൊക്കെ കൊടുത്തിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഞങ്ങളെ സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട് ഉസ്താദേ. ശരിക്കും ഷെഫീഖ് ഉസ്താദിന് അത് വല്ലാത്തൊരു അസ്വസ്ഥയായി തോന്നിച്ചേ. അതൊരിക്കലും പാടില്ലാത്തതാണ്. കാരണം ഞാൻ അങ്ങനെയൊന്നും പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞതാണല്ലോ. ഹാദിയ എന്ത് പണിയാണ് ചെയ്തത്? നോക്കട്ടെ റിസൾട്ട് എന്താണെന്നുള്ളത്. എന്തായാലും ഹാദിയയുടെ റിസൾട്ട് വിജയിച്ച് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഞാൻ ഒരു ചോദ്യം അവളോട് ചോദിക്കും. ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ പോലും അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഒരു വോട്ടെടുപ്പ് നടത്തും. നോക്കട്ടെ ഞാൻ. എന്നാൽ ഷെഫീഖ് ഉസ്താദിന് അത് വല്ലാത്തൊരു വിഷമമായി മാറി. ഒന്നുമല്ല, രണ്ടു പേർക്കും ഒരുപോലെ സ്ഥാനം കൊടുത്തിട്ട് പ്രചരണത്തിന് ടൈം എല്ലാം അവസാനിപ്പിച്ചിട്ട് വീണ്ടും ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ കാട്ടരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാണ് അവളോട്. പക്ഷെ അതൊന്നും സ്വീകരിച്ചില്ല. എന്ത് ചെയ്യാം, ഓരോരുത്തരും ഇങ്ങനെ ഉണ്ടാവും. ശരിക്കും ഷെഫീഖ് ഉസ്താദ് മറ്റു ഉസ്താദുമാരോട് അതൊന്നും പറഞ്ഞില്ല. അവർ വോട്ടെണ്ണുന്നതിൻ്റെ തിരക്കിലായിരുന്നു. എന്നാൽ വോട്ടെണ്ണുന്ന കാര്യത്തിൽ രണ്ട് ഉസ്താദുമാർ മാറി നിന്നു. കാര്യം മറ്റൊന്നുമല്ല, അത് ഒന്ന് ആയിഷയുടെ ഭർത്താവായ ഹബീബ് ഉസ്താദും ആയിഷയുടെ ആങ്ങളായ ആഷിഖുമായിരുന്നു. അതവർ തന്നെ പറഞ്ഞു. കാരണം എൻ്റെ പെങ്ങള് മത്സരിക്കുന്ന ടൈമിൽ ഞങ്ങൾ വോട്ടെണ്ണുന്നത് ശരിയല്ല, അതുപോലെ എൻ്റെ ഭാര്യയും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാറി നിൽക്കുന്നു. കാരണം നിങ്ങളൊരു പക്ഷേ തെറ്റിദ്ധാരണക്ക് ഒരു വരരുത് എന്ന് വിചാരിച്ചിട്ടാണല്ലോ. എന്താ അഭിവസ്ഥ നിങ്ങളൊക്കെ ഞങ്ങളങ്ങനെ സംശയിക്കുമോ? നിങ്ങൾ അങ്ങനെ ഒരിക്കലും ആശി എന്താ ആശി നിങ്ങൾ വരി. അല്ല ഉസ്താദേ, അത് ഒരിക്കലും ഞങ്ങളങ്ങനെ സ്വന്തം ആളുകളായതുകൊണ്ടേ ഇനിയിപ്പോൾ അധികം സംശയമൊന്നും വേണ്ടല്ലോ. എന്തായാലും നിങ്ങളുണ്ടല്ലോ, 2-3 ഉസ്താദുമാർ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ തന്നെ എണ്ണി. ഇനിയിപ്പോൾ റിസൾട്ട് നാളെ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ മറ്റന്നാൾ കൊടുത്താലും മതി. ഇല്ലല്ല, അതിന് മാത്രമൊന്നുമില്ല, എളുപ്പമുണ്ടല്ലോ ഇത്, അധികമൊന്നും പണിയില്ല. അങ്ങനെ ഏതാ അവരെല്ലാവരും വോട്ടെണ്ണുന്ന തിരക്കിലാണ്. ഹബീബ് ഉസ്താദ് പറഞ്ഞു, അല്ല എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്താ ഉസ്താദേ നിങ്ങൾക്ക് ഇത്ര ധൃതി? അല്ല ഒന്നുമില്ല, ഉസ്താദ് പോയിക്കോട്ടെ, അവരെ ആഘോഷിക്കട്ടെ. അതിൽ മറ്റേ ഉസ്താദ് അത് പറഞ്ഞപ്പോൾ ഷെഫീഖ് ഉസ്താദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹബീബ് ഉസ്താദ് നിങ്ങൾ പോയിക്കോളി. എന്തായാലും നിങ്ങളൊക്കെ പുതുക്കല്ലേ, പോയിക്കോളി നിങ്ങൾ പിടിച്ചു വെക്കല്ല. അല്ല അതല്ല, മനസ്സിലായി. ഐഷു പോയിട്ടില്ലേ ക്ലാസ് കഴിഞ്ഞ്? അവള് ഇങ്ങനെ പോവാനാ. ആഷിയും ഇവിടെ ഉണ്ട്, ഞാനും ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും പോയപ്പോൾ അങ്ങനെ അതാ ഷെഫീഖ് ഉസ്താദ് അത് പറഞ്ഞപ്പോൾ ഹബീബ് ഉസ്താദ് നേരെ ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. അവിടെ ഐഷു മാത്രം ഇരിക്കുന്നുണ്ടായിരുന്നു. ഐഷു, ഹബീബ് ഉസ്താദിൻ്റെ ആ ഒരു വിളി കേട്ടപ്പോൾ അവൾ, ഇക്ക ആഷിൻ്റെ കഴിഞ്ഞോ? ആഷിൻ്റെത് കഴിഞ്ഞാലില്ലെങ്കിൽ എന്താ, എൻ്റെത് കഴിഞ്ഞു, പോര്. ഇക്ക എങ്ങോട്ടാ? ഇന്ന് എൻ്റെ വീട്ടിലേക്കാണ് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്. അല്ല, ഇക്കാൻ്റെ വീട്ടിലേക്കോ? പഠിച്ചോനെ, അത് ഈ ഒരു വേഷത്തിലോ? ആകെ മുഷിഞ്ഞ് ഞാൻ. അതൊന്നും സാറില്ല. എന്താ, ഞാനും അങ്ങനെ തന്നെയല്ലേ, രാവിലെ കുളിച്ച് മാറ്റി വന്നതല്ലേ. സ്കൂളിൽ വിട്ട് പോകുമ്പോൾ എല്ലാവരുടെയും രൂപം അങ്ങനെ തന്നെയല്ല. അല്ലോ ഞാനില്ല. അതെന്താടി? ഒന്നുമല്ല, അവിടെ ഉമ്മയും അവരൊക്കെ ഉണ്ടാകുമ്പോഴേ എനിക്കൊരു മടിയാണ് ഇങ്ങനെ ഈ ഡ്രസ്സിൽ. അതൊന്നും സാരല്ല ഇക്ക. അത് എന്നാവാ, നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാം. എങ്ങോട്ട്? എൻ്റെ വീട്ടിലേക്ക് ആക്കി തരുമോ? നീ കയറുവെണ്ണേ. എന്നാൽ ഹാദിയയും ടീമും പോയിട്ടില്ലായിരുന്നു.
അവർ ഇലക്ഷൻ്റെ റിസൾട്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ക്ലാസ്സിലേക്ക് ഹബീബ് ഉസ്താദ് കയറി പോകുന്നത് അവർ ശരിക്കും കണ്ടു. ക്യാമറ വെച്ചത് മതിയായിരുന്നു. ഇന്ന് ഞാൻ ഫോണ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഫോണ് അറിയാതെ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേത് എന്താ ഫോൺ ഉണ്ടെന്നാലേ വെള്ളത്തിലിടും അങ്ങനെയൊക്കെയല്ലേ പറച്ചിൽ. അത് ഒന്ന് ഓണാക്കി വെക്ക്, ഓലെ കിന്നാരങ്ങളൊന്ന് കാണട്ടെ. അത് ക്ലാസ്സിനുള്ളിലെ കിന്നാരങ്ങളും ശൃംഗാരങ്ങളൊക്കെ ഞാൻ ഷെഫീഖ് ഉസ്താദിനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. കുറച്ചേറെയാണ്. ഹാദിയ അവളുടെ ഫോൺ ഓണാക്കി അവിടെ ആ ജനലിനരികിൽ പതുക്കെ വെച്ചു. എന്നാൽ ഈ സമയം ബെഞ്ചിലിരിക്കുകയായിരുന്ന ഐഷുവിൻ്റെ അരികിലെ തൊട്ടടുത്തുള്ള ബെഞ്ചിൽ ഉസ്താദ് ഇരുന്നു. എടി എന്താ പോവല്ലേ? ഇക്ക ഞാൻ സത്യം വരെ എങ്ങോട്ട് പോകുന്നത്? അതൊക്കെ ഉണ്ട് പെണ്ണെ, നീ വാ. അവളുടെ ആ ഹിജാബിനുള്ളിലൂടെ വന്ന ആ മുടികൾ പെണ്ണെ കണ്ടില്ലേ? ഇത്രയധികം ഇതെന്താ മുടിയൊക്കെ അഴിഞ്ഞ് വീണോ? ഞാൻ പറഞ്ഞില്ലേ അല്പം ഒന്ന് വെട്ടുന്നതിന് കുഴപ്പമില്ല. ഇത് നിനക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ, നല്ലതാണ്. അർഷിൻ്റെ തണലാണ് മുടി ഉണ്ടായി കഴിഞ്ഞാൽ അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാലോ നീ വാ. ഉസ്താദ് അവളുടെ കൈകൾ പിടിച്ചു എഴുന്നേൽപ്പിച്ചു. എന്തത്ര ടയേർഡായത്. എഴുന്നേൽക്ക് പെണ്ണേ. ഹബീബ് ഉസ്താദ് അവളെ കൈ പിടിച്ച് അതാ വാ പോര്. എന്തു പറ്റി? ക്ലാസ്സിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ അവർ അവളുടെ മുടിയിൽ പതുക്കെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, അതെ വിഷമിക്കണ്ട കേട്ടോ, ജയിച്ചാലും തോറ്റാലും ഒന്നും നോ പ്രോബ്ലം. എന്താ നിനക്ക് നീ വിഷമമുണ്ടോ? ഇല്ലില്ല. സത്യം പറഞ്ഞാൽ അവർ കിന്നിരിക്കുന്നതെല്ലാം ക്യാമറയിൽ മറ്റവൾ പകർത്തുകയാണ്. എടിവെണ്ണെ പോയാലോ? അവളുടെ ആ കവിളിൽ അതാ ഉസ്താദ് ഒന്ന് നുള്ളുന്നു. നുള്ളില്ലേ, എന്തൊരു വേദന. എന്നാ എനിക്കിപ്പോൾ പോവാം. പിന്നെ ഇനിയിപ്പോൾ ആഷി വരാൻ 1 മണിക്കൂർ എന്തായാലും കഴിയും. ആഷിക്ക് ഡ്യൂട്ടി കഴിഞ്ഞാൽ പോരാ, ഇന്ന് നേരത്തെ വിട്ടതല്ലേ, പോകാൻ പറ്റില്ല. നീ എണീക്ക് വേണേ, വാ അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ അതാ ഹബീബ് ഉസ്താദ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കുന്നു. വാ, ബാഗ് നല്ല വെയിറ്റ് ഉണ്ടല്ലോ, എന്താ ഇതിലൊക്കെ? ഉസ്താദ് ബാഗും പിടിക്കുന്നു. എന്തൊരു സുഖാലടി നിനക്ക് ഇങ്ങനൊരു ഹസ്ബൻഡിനെ കിട്ടിയത്. ഇക്ക ഞാൻ പിടിക്കാം, ആരെങ്കിലും കണ്ടാലേ അവരെന്നെ കളിയാക്കും. തന്നെ. പിന്നെ പോണ്ടേ? അത് ഇവിടെ തന്നെ കിന്നാൻ പറഞ്ഞിരിക്കണോ? പോവാം. അങ്ങനെ ഏതാ അവർ നേരെ പോകുന്നു. നേരെ ബുള്ളറ്റിൻ്റെ അടുക്കലെത്തി. ഇക്ക എങ്ങോട്ട് പോകുന്നത്? അതൊക്കെ പറയാൻ പെണ്ണേ, നീ കയറ്. അവൾ സന്തോഷത്തോടു കൂടി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ ബുള്ളറ്റിൻ്റെ ബേക്കിൽ കയറി നിന്നു. കുറച്ചുകൂടി നീങ്ങിയിരിക്കുവണ്ണേ. നീ എന്താ ഇങ്ങനെ വിട്ടു നിൽക്കുന്നത്? അന്യരെ പോലെ. ഞാൻ നിൻ്റെ ആരാ? അതില്ലേക്ക ആരെങ്കിലൊക്കെ കാണും. ബെസ്റ്റ്. ആര്? അല്ല, ഇവിടെ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ട്, അവരൊക്കെ കണ്ടു കഴിഞ്ഞാലേ ഒരു പക്ഷേ എന്നെ ബെസ്റ്റ്. അവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിന്നെ ഞാൻ ഇവിടെ നിന്ന്. ഇനി നിന്നെ ഞാനായിരിക്കും കേട്ടോ എന്നും കൊണ്ടാക്കലും കൊണ്ടുവരലൊക്കെ. ഇക്ക നമുക്ക് കുറച്ച് അപ്പുറത്തുനിന്ന് നീ ഇരിക്കുവണ്ണേ. ശരിക്ക് ആര് കണ്ടാലും നിനക്കെന്താ? ഞാൻ എൻ്റെ പെണ്ണിനോടല്ലേ സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ പെണ്ണിനോടല്ലേ കിന്നിരിക്കുന്നത്. എൻ്റെ പെണ്ണിനല്ലേ ഞാൻ ബൈക്കിൽ കയറ്റിയത്, അല്ലാതെ വേറെ ആരുമല്ലല്ലോ. ഇക്ക അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ചിലപ്പോഴേ അവർ ഒന്നിനും മടിക്കൂല, പലതും പറഞ്ഞുണ്ടാക്കും. എന്ത് പറഞ്ഞുണ്ടാക്കാൻ? നിന്നെ ഞാൻ കെട്ടിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കാം. ഓക്കെ. അതാ ഹബീബ് ഉസ്താദും ആയിഷയും പ്രണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കാം. ഇപ്പം കല്യാണം കഴിച്ച സ്ഥിതിക്ക് എന്ത് നിനക്ക് പേടി? നിക്കാഹ് കഴിഞ്ഞതാണ്, നമ്മൾ ഹലാലായതാണ്, പിന്നെന്ത് നിനക്ക് പേടി? ഇക്ക അത് പേടിയെന്ന് വെച്ചാലേ നീ ആരെയാണ് ഭയക്കുന്നത്? ആരെയാണ് എൻ്റെ പെണ്ണ് ഭയക്കുന്നത്? അതെനിക്ക് അറിഞ്ഞേ തീരൂ. പിന്നെ ഞാൻ ഒരു സർപ്രൈസ് തരാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ. എന്ത്? നമുക്ക് ഒരു ചെറിയൊരു ട്രിപ്പുണ്ട്. ട്രിപ്പോ? നമ്മൾ വയനാട്ടിൽ പോയി വന്ന ട്രിപ്പിൻ്റെ ക്ഷീണം വരെ ഇതുവരെ മാറിയിട്ടില്ല. ഇതിപ്പോൾ എങ്ങോട്ടാ? അത് നമ്മൾ കുറച്ചകലേക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറന്നു പോകും. പറക്ക്? എന്തൊക്കെയൊക്കെ പറയുന്നത്? അതെ, ഈ ക്യാമ്പസിൻ്റെ പുറത്ത് പോയിട്ട് പോരെ ഈ കിന്നാരം പറച്ചിലൊക്കെ? അല്ല, ഇവിടെ വെച്ച് തന്നെ വേണം. എന്താ? എന്നാൽ ഈ സമയം അതാ ഹാദിയ സൂമിങ് തുടങ്ങിയിരുന്നു. രണ്ടുപേരും ക്യാമ്പസിലെ ആ പൂന്തോട്ടത്തിനിടയിൽ നിന്ന്
അവിടെ ഇരുന്ന് കിന്നാരം പറയുന്നത് ശരിക്കും അവൾ കാണുന്നു. ദേ കണ്ടില്ലേ, എത്ര സമയമായി അവരുടെ കിന്നാരം പറച്ചില്. അതിനെന്താ പെണ്ണ് നിനക്ക്? അവര് ഭാര്യയും ഭർത്താവല്ലേ? ശരിയായിരിക്കാം, പക്ഷെ ക്യാമ്പസ് നിർത്തി വേണോ ഈ ഒരു റൊമാൻറ്റിക് ഒക്കെ? അതൊക്കെ അങ്ങനെ പുറത്ത് പോരെ. ആദ്യമൊക്കെ ദേഷ്യം തിളച്ച് കയറുകയാണ്. ആയിഷു എന്തൊരു കൊഞ്ചല അവളൊരു കൊഞ്ചല് കണ്ടില്ലേ. എന്നാൽ ഈ സമയം ഹബീബ് ഉസ്താദിനോട് ആയിഷു, ഇക്ക. എന്താടി ഇക്ക, എങ്ങോട്ടാ? അത് നമ്മൾ പറന്നു പോകും. എന്താ എൻ്റെ കൂടെ നീ വരില്ലേ? ഇക്ക ഉള്ള സ്ഥലത്തേക്ക് ഞാൻ വരും. വരുമല്ലോ അല്ലേ? വരാതിരിക്കൂലല്ലോ. ഐഷു, നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കഴിയണില്ലടേ. ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ? ഇക്ക, അത് കുറച്ച് കഴിഞ്ഞിട്ട് മതി. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊന്ന് പറന്നാലോ? എന്തൊക്കെ നിങ്ങളീ പറയുന്നത്? കുറേ നേരമായല്ലോ. അതെ, ഒന്ന് പറക്കണ്ടേ എൻ്റെ ഐഷുവിനെയും കൊണ്ട് എനിക്ക് അങ്ങകലേക്ക്? ഉസ്താദ് എന്ത് പറയുന്നത്? അതൊക്കെ ഉണ്ട് പെണ്ണേ, അതൊക്കെ സർപ്രൈസാണ്. അതെ, എൻ്റെ മനസ്സിലൊരാഗ്രഹമാണ്. എന്താ? കുഴപ്പമൊന്നുമില്ല, ഞാൻ റെഡിയാണ്. ഓ, എന്ന് നമുക്ക് പോവാല്ലേ? അങ്ങനെ അതാ ഐഷുവും ഹബീബ് ഉസ്താദും അപ്പോൾ തന്നെ ബുള്ളറ്റിൽ കയറി പോകുന്നു. അതെ, പിടിച്ചിരുന്നോണേ, എനിക്കല്പം സ്പീഡ് കൂടുതലാ. അല്ലെങ്കിലും ഉസ്താദിനല്പം സ്പീഡ് കൂടുതലാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കുറച്ച് കുറക്കിട്ടോ സ്പീഡ്. അതെ, ഉമ്മയൊക്കെ പറയും എപ്പോഴും പിടിച്ചിരിക്കണേ മോളെ, ഭയങ്കര സ്പീഡാണോ എനിക്കെന്നുള്ളത്. എന്നാലും മരിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഹബിക്കയുടെ കൂടെ മരിക്കാനാണ് ഇഷ്ടം. എന്തായാലും അങ്ങനെയൊന്നും പറയില്ല പെണ്ണെ നീ ഇപ്പം തന്നെ. അല്ലാതെ പിന്നെന്താ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു സൗഭാഗ്യമല്ലേ നിങ്ങളുടെ കൂടെ എന്നും ജീവിക്കാനും നിങ്ങളുടെ കൂടെ മരിക്കുവാനാണ് എനിക്കിഷ്ടം. നിങ്ങളില്ലാത്തൊരു ദുനിയാവ് എനിക്ക് ഇഷ്ടമല്ലിക്ക. സത്യമായിട്ടും എൻ്റെ പെണ്ണെ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ടെൻഷനാക്കല്ലേ. ഒരു പക്ഷേ ഞാനങ്ങ് മരണപ്പെട്ടു പോയാൽ നീ ഒറ്റക്കാവുമല്ലോ. ഇക്ക, അങ്ങനെ പറയില്ലേ. നിങ്ങൾ മരിക്കല്ലേ. മരിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം മരിക്കണം. എന്നിട്ട് എൻ്റെ ആ മയ്യത്ത് കട്ടിൽ പിടിച്ച് എൻ്റെ ഇക്ക എൻ്റെ കൂടെ വരുമ്പോഴേ ആ 3 പിടി മണ്ണ് എൻ്റെ കഫൻ പുടയിലേക്ക് വാരിയിടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇക്ക കണ്ണീര് വാർക്കുമ്പോൾ ആ കണ്ണീർ തുള്ളി എൻ്റെ ഖബറിലേക്ക് ഒറ്റി വീണം. എന്നാൽ ഞാൻ രക്ഷപ്പെട്ടു ഇക്ക. എൻ്റെ പെണ്ണെ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ, എന്നെ ടെൻഷനാക്കല്ലേ. അങ്ങനെയൊന്നും ആലോചിക്കാനായിട്ടില്ല. എൻ്റെ ഐഷുവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എൻ്റെ ഇക്കാക്കും ആമീൻ. അവർ രണ്ടുപേരും ഒരുമിച്ച് ആമീൻ പറഞ്ഞു. എന്നാൽ എന്തൊക്കെ തന്നെയായാലും ഹബീബ് ഉസ്താദിൻ്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അതേ എലക്ഷൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഐഷുവിന് ഒരു വോട്ടും കിട്ടാൻ ചാൻസ് ഇല്ല. എല്ലാം ഹാദിയ. പിന്നെ എന്തൊരു ക്യാഷിൻ്റെ കാര്യമൊക്കെ പറയുമെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ അന്വേഷിച്ചിട്ടില്ല. എല്ലാവരെയും ക്യാഷ് കൊടുത്ത് ഒതുക്കിയിരിക്കുകയാണ് അവൾ. അതുകൊണ്ട് തന്നെ ഹാദിയ ജയിക്കും, എൻ്റെ ഐഷു തോൽക്കും. പക്ഷേ അവൾ ആ വിഷമം അറിയിക്കുന്നതിന് മുമ്പ് എനിക്ക് അവളെയും കൊണ്ട് ഇവിടുന്ന് പോകണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അങ്ങ് ദൂരേക്ക് എവിടേക്കെങ്കിലും. എന്നിട്ട് എലക്ഷൻ വിജയിച്ച ഹാദിയ വിജയിച്ചു എന്നുള്ള ആ ഒരു താളവും മേളവും എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം കെട്ടടങ്ങിയിട്ട് എൻ്റെ ഐഷുവിനെയും കൊണ്ട് ഞാൻ വരും. എൻ്റെ ഐഷു ഒരിക്കലും അറിയാൻ പാടില്ല അവൾ തോറ്റുപോയെന്നത്. അതിനു വേണ്ടിയിട്ടായിരുന്നു ഹബീബ് ഉസ്താദ് അങ്ങനെ ഒരു പ്ലാൻ സെറ്റാക്കിയിരുന്നത്. തൻ്റെ പ്രിയപ്പെട്ട പെണ്ണൊരിക്കലും വിഷമിക്കുന്നത് ഹബീബ് ഉസ്താദിന് ഇഷ്ടമല്ല. അത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ല. തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് അവൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം, അതാണ് ആഗ്രഹിക്കുന്നത്. ഹബീബ് ഉസ്താദ് ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് യാത്ര തുടർന്നു. പിന്നാലെ ഐഷു എന്തിക്ക? അതെ, മഴ വരുന്നുണ്ട്, കണ്ടില്ലേ ചെറുതായിട്ട് മഴ. അത് സാരല്ല, എൻ്റെ പ്രിയപ്പെട്ട ഹബിക്കയുടെ കൂടെ കുറച്ചൊക്കെ മഴയൊക്കെ നനഞ്ഞിട്ട് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴേ അത് വല്ലാത്തൊരു രസമാണ് കേട്ടോ. അങ്ങനെയാണോ ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ ഒന്നും വേണ്ടല്ലേ, കോട്ടൊന്നും വേണ്ടല്ലോ. അതൊന്നും വേണ്ട. മഴ നനഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണിക്ക, സത്യമായിട്ടും. എൻ്റെ പെണ്ണെ, എന്നെ മുറുകെ പിടിച്ചോ, ഞാനല്പം സ്പീഡ് എടുക്കട്ടെ. ഹബീബ് ഉസ്താദ് ഐഷുവിനോട് പറഞ്ഞു. ഐഷു ആ പെരുമഴയത്ത് ഹബീബ് ഉസ്താദിനെ മുറുക്കി പിടിച്ചുകൊണ്ട് യാത്ര തുടർന്നു.
എന്തായിരിക്കും റിസൾട്ട്? അതാ എണ്ണലിൻ്റെ അവസാന ഭാഗം എത്തിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം അതറിയും. ഒരു പക്ഷേ ഇന്നത് പബ്ലിക്കാക്കുമോ അറിയില്ല, ഒരു പക്ഷേ നാളെയായിരിക്കും. എന്നാൽ അത് കേൾക്കുവാൻ ഹബീബ് ഉസ്താദിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതെ, എൻ്റെ ഐഷുവിന് ടെൻഷനുള്ള ഒരു വാക്കും കേൾക്കാൻ ഉസ്താദ് ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.